സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോഴും സത്യത്തിൽ അതിനുവേണ്ടി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് സിവിൽ സർവീസ് ആസ്പിറന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവരോട് കൊടുക്കുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്തായിരിക്കും? ഓക്കെ, ഉപദേശം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഫൗണ്ടേഷണൽ എലമെൻറ്റ്സ് ഉണ്ട്. അതിനെ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഉപദേശം. പിന്നെ ഏത് നിമിഷമാണോ, അത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴാവാം അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴാവാം, ഏത് നിമിഷമാണോ നിങ്ങൾ സിവിൽ സർവീസുകാരനാവാൻ റെഡി ആയിട്ടുള്ളത്, അത് എനിക്കൊരു ആഗ്രഹമുണ്ട്, അതുപോലെ യൂണിഫോം ഇട്ടൊരു പോലീസ് ഓഫീസർ ആവണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങൾ ബിലീവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഞാൻ ചിലപ്പോൾ ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്ന കുട്ടികളോട് ഞാൻ ക്ലാസ് എടുക്കാം, ലൈവ് ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ കോളേജുകളിലൊക്കെ ഒരുപാട് കോളേജസ് ഞാൻ സെഷൻസ് എടുക്കാറുണ്ട്. അപ്പം ഓറിയന്റേഷൻ സെഷൻസും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം കുട്ടികളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു സിവിൽ സർവീസുകാരനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ആരും കൈവെക്കൂല, ഒരു 1-2 കുട്ടികൾ പൊക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാലോ, ഇവിടെ നിന്ന് ഈ സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ സ്വപ്നമാണ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ബിലീഫാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും, കാരണം അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഇത് ഫസ്റ്റ് നിങ്ങൾ നോക്കണം.